തൃശൂർ കാട്ടൂർ മുനയത്തെ താൽക്കാലിക ബണ്ട് തകർന്നു. മഴ മൂലം കരുവന്നൂർ പുഴയിലുണ്ടായ ഒഴുക്കിലാണ് ബണ്ട് തകർന്നത്. ഇടബണ്ട് നിർമ്മാണത്തിലെ ജനങ്ങളുടെ ആശങ്ക നേരത്തെയുണ്ടായിരുന്നു. കാലപ്പഴക്കം ചെന്ന മുളയുപയോഗിച്ചായിരുന്നു താൽക്കാലിക ബണ്ട് നിർമ്മിക്കുന്നതെന്നായിരുന്നു പ്രദേശവാസികളുടെ ആരോപണം. കോൾ മേഖലയിൽ കനോലി കനാലിൽ നിന്ന് ഓരുവെള്ളം കയറാതിരിക്കാനാണ് കരുവന്നൂർ പുഴയും കനോലി കനാലും സംഗമിക്കുന്ന മുനയം ഭാഗത്ത് വർഷം തോറും ലക്ഷങ്ങൾ ചിലവിട്ട് താൽക്കാലിക ബണ്ട് നിർമ്മിക്കുന്നത്. ഇവിടെ സ്ഥിരം ബണ്ട് നിർമ്മിക്കണമെന്നത് നാട്ടുകാരുടെ ഏറെ നാളത്തെ ആവശ്യമാണ്. ബണ്ട് പൊട്ടിയതറിഞ്ഞ് കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV ലതയുടെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങൾ സ്ഥലം സന്ദർശിച്ചു. ജനങ്ങളുടെ പരാതിയെ തുടർന്ന് നേരത്തെയും ഇവർ സ്ഥലം സന്ദർശിച്ചിരുന്നു. സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. ബണ്ട് നിർമ്മാണത്തിൽ ജനങ്ങൾക്കുണ്ടായ ആശങ്ക സ്ഥലം MLA കൂടിയായ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതായും TV ലത പറഞ്ഞു. ഇതുപോലെ തന്നെ സംഭവം ഉണ്ടായപ്പോൾ വീടുകൾ സൈഡ് പൊട്ടിപ്പോവുകയും ആ സൈഡ് സർക്കാർ ഇടപെട്ടതിന് ഭാഗമായി ജില്ലാ പഞ്ചായത്താണ് കെട്ടിക്കൊടുത്തത്. ഇനിയും ഇതേപോലെ മുനയം കെട്ടിൻ്റെ സൈഡ് പൊട്ടിപ്പോയി ഒഴുകുകയാണെങ്കിൽ ഒട്ടേറെ വീടുകൾക്ക് നാശനഷ്ടം സംഭവിക്കാനോ പോലെ തന്നെ മനുഷ്യർക്ക് ജീവനാപകടം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ചപ്പോൾ കൃത്യമായ മറുപടിയല്ല ലഭിച്ചത്. ഞങ്ങൾ അതുപോലെ തന്നെ മന്ത്രിയുടെ ശ്രദ്ധയിലും ഈ കെട്ടിനെക്കുറിച്ച് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അപ്പോൾ എല്ലാ നടപടികളും നമ്മൾ സമയബന്ധിതമായി പഞ്ചായത്തിനെ അറിയിക്കേണ്ട സ്ഥലങ്ങളെല്ലാം പഞ്ചായത്ത് അറിയിച്ചിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് VM കമറുദ്ദീൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബഷീർ, വാർഡംഗം വിമല സുഗുണൻ എന്നിവരും പ്രസിഡന്റിനൊപ്പമുണ്ടായിരുന്നു. സംഭവത്തിൽ BJP കാട്ടൂർ പഞ്ചായത്ത് കമ്മിറ്റിയും രംഗത്ത് വന്നിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.